Dear students, welcome back to my channel. Homework classന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ് ആണ്. ഇത് ജനുവരി 20ന് സംപ്രേഷണം ചെയ്ത ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് അന്ന് ഇത് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പേര് ഈ ക്ലാസ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്ലാസ് ആണ് ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് നിങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രവർത്തനവും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നാളെ മുതൽ എല്ലാ ദിവസവും നിങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. കൂട്ടുകാരിലേക്കൊക്കെ ചാനൽ കുറേ പേരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പോൾ 7ാമത്തെ അധ്യായമാണ് പഠിപ്പിച്ചു തുടങ്ങിയത്. മെഡീവിയൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും. അപ്പം ഇന്ത്യയുടെ ഒരു മെഡീവിയൽ പീരീഡ് അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിലെ കലയെക്കുറിച്ചും സാഹിത്യത്തെക്കുറിച്ചും ഒക്കെയാണ് ഈ ഒരു അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കൊണാർക്ക് ക്ഷേത്രത്തെക്കുറിച്ചാണ്. കൊണാർക്കിലെ സൂര്യക്ഷേത്രം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് വന്നത്, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. AD 1246 ചന്ദ്രഭാഗ നദീമുഖത്ത് വിശ്വവിഖ്യാതമായ സൂര്യക്ഷേത്രത്തിന് അടിത്തറയിട്ടു. ദൂരെയുള്ള പർവ്വതങ്ങളിൽ നിന്നും പലതരം കല്ലുകൾ കൊണ്ടുവന്നു. നീലഗിരിയിൽ നിന്നും ദൂരെയുള്ള നാട്ടുരാജ്യങ്ങളിൽ നിന്നും വെളുത്തതും കറുത്തതും നീല നിറത്തിലുള്ളതുമായ ശിലകളും കൊണ്ടുവന്നു. ക്ഷേത്രത്തിന് മുകളിൽ കലശം സ്ഥാപിക്കുന്നതിന് വേണ്ടി 25 അടി പൊക്കവും 56,000 മണ്ണ് ഭാരവുമുള്ള ശിലകൾ 100ലേറെ മൈൽ ദൂരം ജലമാർഗത്തിലൂടെ കൊണ്ടുവന്ന് 200 അടി ഉയരത്തിൽ ക്ഷേത്ര ശിഖരത്തിൽ സ്ഥാപിച്ചു. 1200 ശില്പികൾ സ്വന്തം സുഖസൗകര്യങ്ങളും ആഗ്രഹങ്ങളുമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പ്രതിജ്ഞ ചെയ്തു. കൊണാർക്കിലെ കലശം ഉറപ്പിക്കുന്നതുവരെ തിരിച്ചു പോകുകയില്ല. അവർ ഏകാഗ്രതയോടെ 12 വർഷം നിരന്തരം പണിയെടുത്തു. അപ്പം AD 1246 ഈ സംഭവം നടക്കുന്നത് അല്ലേ? അവിടെ ഒരു നദീമുഖത്ത് സൂര്യക്ഷേത്രം പണിയുന്നതിനായിട്ട് അടിത്തറ ഇട്ടു എന്നാണ് പറയുന്നത്. അതിനു വേണ്ടിയുള്ള കല്ലുകൾ പല സ്ഥലങ്ങളിലും പല പർവ്വതങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ്. ഓക്കെ, അതുപോലെ വെളുത്തതും കറുത്തതും നിറത്തിലുള്ള ശിലകൾ കൊണ്ടുവന്നു. പിന്നെയോ ക്ഷേത്രത്തിന് മുകളിൽ കലശമുണ്ട്. കലശം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഒരുപാട് ശിലകൾ ജലമാർഗത്തിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ 1200 ശില്പികൾ ചേർന്നാണ് നമ്മുടെ കൊണാർക്കിലെ സൂര്യക്ഷേത്രം നിർമ്മിച്ചത്. ഓക്കെ, ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ ദ വേൾഡ് ഫേമസ് സൺ ടെമ്പിൾ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ചന്ദ്രഭാഗ വാസ് ലേഡ് ഇൻ AD 1246. Different kinds of stones were brought from distant mountains. White, black and blue stones were brought from the Nilgiris and distant kingdoms. Stones 25 feet high and weighing 56,000 mounds intended for the temple dome were transported from over 100 miles through waterways and were installed at the top of the temple at a height of 200 feet. 1,200 sculptors gave up their comforts and desires and took a vow. We will not go back till the dome of Konark is fixed. They worked tirelessly for 12 years. അപ്പോൾ സൺ ടെമ്പിൾ അല്ലേ, ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ സൺ ടെമ്പിൾ എന്നാണ് പറയുക. സൂര്യക്ഷേത്രം അല്ലെങ്കിൽ സൺ ടെമ്പിൾ. ഈ സൺ ടെമ്പിൾ എന്നാണ് നിർമ്മിച്ചതെന്നും അതുപോലെ എത്രത്തോളം ആളുകളുടെ അധ്വാനത്തിലൂടെയാണ് അത് നിർമ്മിക്കപ്പെട്ടതെന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ? അപ്പോൾ ഇതാണ് ആ ക്ഷേത്രം. ഓക്കെ, കൊണാർക്കിലെ സൂര്യക്ഷേത്രം ഈ കാണുന്നതാണ്. ഇനി നമ്മളിപ്പോൾ അതിൽ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? എന്നാണ് അതിന് അടിത്തറയിട്ടത്? എന്നാണ്? AD 1246 എവിടെയാണ്? ചന്ദ്രഭാഗ നദിക്കരയിൽ. പിന്നെ ഈ ക്ഷേത്രം ഏത് സംസ്ഥാനത്താണ് ഇന്ന് നിലകൊള്ളുന്നത്? ഈ ക്ഷേത്രം ഒറീസ സംസ്ഥാനത്തിലെ പുരി ജില്ലയിലാണ് ഉള്ളത്. ഓക്കെ, നരസിംഹദേവൻ ഒന്നാമൻ ആണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ച രാജാവിൻ്റെ പേരാണ് നരസിംഹദേവൻ ഒന്നാമൻ. ക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ പല നിറത്തിലുള്ള ശിലകൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്നു. ഈ കല്ലുകൾ ജലമാർഗമാണ് കൊണ്ടുവന്നത്. 1200 ശില്പികൾ ഏകാഗ്രതയോടെ 12 വർഷം നിരന്തരമായി ജോലി ചെയ്താണ് ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തിയാക്കിയത്. ഈ ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി സൂര്യദേവനാണ്. അതിനാൽ ഈ ക്ഷേത്രം
സൂര്യക്ഷേത്രം എന്നറിയപ്പെടുന്നു. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അല്ലേ. കൊണാർക്ക് സൺ ടെമ്പിൾ, ദ വേൾഡ് ഫേമസ് സൺ ടെമ്പിൾ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ ചന്ദ്രഭാഗ വാസ് ലെയ്ഡ് ഇൻ AD 1246. പിന്നെ എന്താണ്, എവിടെയാണ് അത് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഒഡീഷയിലെ പുരി ഡിസ്ട്രിക്റ്റിലാണ് അല്ലേ. പിന്നെ ആരാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്? കിങ് നരസിംഹ. പിന്നെ സ്റ്റോൺസ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ്, ബ്ലാക്ക്, വൈറ്റ് ആൻഡ് ബ്ലൂ സ്റ്റോൺസ് വെർ ബ്രോഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ ഫോർ ഇറ്റ്സ് കൺസ്ട്രക്ഷൻ. പിന്നെ ദ സ്റ്റോൺസ് വെർ ട്രാൻസ്പോർട്ടഡ് ത്രൂ വാട്ടർവേസ്. 1200 സ്കൾപ്റ്റേഴ്സ് വർക്ക് ടയർലെസ്ലി ഫോർ 12 years അല്ലേ. എന്തുകൊണ്ടാണ് ഇത് സൺ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്? ദ ടെമ്പിൾ വാസ് ഡെഡിക്കേറ്റഡ് ടു ഗോഡ് സൂര്യ, സോ ഇറ്റ് ഈസ് നോൺ ആസ് സൺ ടെമ്പിൾ അല്ലേ. അതുപോലെ തന്നെ അടുത്തൊരു നിർമ്മിതിയാണ് മഹാബലിപുരത്തെ പഞ്ചരഥങ്ങൾ, പഞ്ചരഥാസ് ഇൻ മഹാബലിപുരം. എന്താണ് ഇതിന് പിന്നിലുള്ള ചരിത്രം എന്ന് നോക്കാം. തെക്കേ ഇന്ത്യയിൽ കാഞ്ചീപുരം ആസ്ഥാനമാക്കി ഭരണം നടത്തിയ രാജാക്കന്മാരായിരുന്നു പല്ലവന്മാർ. അവരുടെ പ്രധാന തുറമുഖ നഗരമായിരുന്നു മഹാബലിപുരം. പല്ലവ രാജാവായ നരസിംഹവർമ്മന്റെ കാലത്ത് അവിടെ നിർമ്മിച്ച ക്ഷേത്രങ്ങൾ പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നു. ദ പല്ലവാസ് വേർ ദ റൂളേഴ്സ് ബേസ്ഡ് അറ്റ് കാഞ്ചീപുരം ഇൻ സൗത്ത് ഇന്ത്യ. Mahabalipuram was their major port city. The temples constructed in Mahabalipuram during the reign of the Pallava king Narasimhavarman are known as പഞ്ചരഥാസ്. ഓക്കെ, അപ്പോൾ എവിടെയാണ് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്ന ക്ഷേത്രങ്ങൾ ഉള്ളത്? തമിഴ്നാട്ടിലാണ് അല്ലേ. തമിഴ്നാട്ടിലെ കാഞ്ചീപുരം. അപ്പോൾ കാഞ്ചീപുരം ആസ്ഥാനമാക്കിയിരുന്ന പല്ലവന്മാർ, അവരുടെ പ്രധാന നഗരമായിരുന്നു മഹാബലിപുരം. ഈ മഹാബലിപുരത്താണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചത്. ഓക്കെ, ഇനി അവയോരോന്നും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. അതായത് 5 എണ്ണമുണ്ട് അല്ലേ. അതുകൊണ്ടാണ് പഞ്ചരഥങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇവയിൽ ഓരോന്നും ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും ഈ രീതിയിൽ ഒറ്റക്കല്ലിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. മഹാരാഷ്ട്രയിലെ എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ പെട്ടവയാണ്. 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് ഈ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത്. ഈച്ച് ടെമ്പിൾ ഹിയർ ഈസ് carved out of a single rock. Such rock-cut temples were built in several parts of India. The cave temples at Ellora in Maharashtra were built in this style. They were built during the period between 6th and the 12th century. അതായത് ഒറ്റ കല്ലിലാണ് അത് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ, അതിലൊരു ഗുഹാക്ഷേത്രങ്ങളാണ് എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ. ഓക്കെ, ഇത് നിർമ്മിച്ചത് ഈ 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ്. ഓക്കെ, അതിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്. ബൗദ്ധർ, ജൈനർ, അതുപോലെ തന്നെ വൈഷ്ണവർ, ശൈവർ എന്നിവരുടെ ക്ഷേത്രങ്ങൾ നമുക്ക് എല്ലോറയിൽ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ചിത്രങ്ങൾ കാണാം അല്ലേ. ഇതെല്ലാം ഒരൊറ്റ ശിലയിൽ അല്ലെങ്കിൽ ഒരൊറ്റ കല്ലിൽ നിർമ്മിച്ചവയാണ്. The temples of Buddhists, Jains, Vaishnavites and Shaivites can be found here. ഓക്കെ, അപ്പോൾ എല്ലോറയിലെ ഗുഹാക്ഷേത്രങ്ങളെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? മഹാരാഷ്ട്രയിലെ എല്ലോറയിലുള്ള ഗുഹാക്ഷേത്രങ്ങൾ ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്തവയാണ് അല്ലേ. ഇവ 6-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് കൊത്തിയെടുത്തവയാണ്. ബുദ്ധ, ജൈന, വൈഷ്ണവ, ശൈവ മതക്കാരുടെ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. ഓക്കെ, ദ കേവ് ടെമ്പിൾസ് അറ്റ് എല്ലോറ. ദ കേവ് ടെമ്പിൾസ് അറ്റ് എല്ലോറ ഇൻ മഹാരാഷ്ട്ര വെർ ബിൽറ്റ് ഇൻ സിംഗിൾ റോക്ക്. സിംഗിൾ റോക്കിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ദേ വർ ബിൽറ്റ് ഡ്യൂറിംഗ് ദ പീരിയഡ് ബിറ്റ്വീൻ 6th and the 12th century. ദ ടെമ്പിൾസ് ഓഫ് ദ ബുദ്ധിസ്റ്റ്, ജെയിൻസ്, വൈഷ്ണവൈറ്റ്സ് ആൻഡ് ഷൈവൈറ്റ്സ് ക്യാൻ ബി ഫൗണ്ട് ഹിയർ. ഓക്കെ, അതിനുശേഷം പിൽക്കാലത്ത് ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ച് ഉയരമേറിയ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്ന രീതി നിലവിൽ വന്നു. ഇവയിൽ ഭൂരിഭാഗവും ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് നിലകൾ, ഒന്നിലധികം നിലകളുള്ള ക്ഷേത്രങ്ങളായിരുന്നു. ആസാമിലെ കാമാഖ്യ ക്ഷേത്രവും ചോള രാജാവായ രാജരാജൻ തഞ്ചാവൂരിൽ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രവും ഇതിന് ഉദാഹരണങ്ങളാണ്. അതായത് പിന്നീട് ഇതെല്ലാം കഴിഞ്ഞ് പിൽക്കാലത്ത് നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകതയാണ് പറഞ്ഞിരിക്കുന്നത്. പാറകൾ, ചെത്തിമിനുക്കിയ പാറകൾ ഉപയോഗിച്ചുണ്ടാക്കിയ ക്ഷേത്രങ്ങളായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവ ബഹുനില ക്ഷേത്രങ്ങളായിരുന്നു. അതിൽ പ്രധാനമായിട്ടും ആസാമിലെ കാമാഖ്യ ക്ഷേത്രം, അതുപോലെ തന്നെ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം, ഇവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇൻ ദ പീരിയഡ് ദാറ്റ് ഫോളോവഡ് എ ന്യൂ സ്റ്റൈൽ ഓഫ് ടെമ്പിൾ ആർക്കിടെക്ചർ കെയിം ഇൻ ടു ബീയിങ്. ഇൻ ദിസ് സ്റ്റൈൽ ടോൾ ടെമ്പിൾസ് വെർ കൺസ്ട്രക്റ്റഡ് യൂസിംഗ് chiseled rocks.
Most of these temples were multi-storied. The Brihadishwara temple in Tanjavur, constructed during the reign of Rajaraja Chola, and the Kamakya temple in Assam epitomize this style. Okay, അപ്പം ഏതൊക്കെയാണ് ഈ ഒരു സ്റ്റൈലിൽ വരുന്നത്? കാമാക്യ ടെമ്പിളും അതുപോലെ തന്നെ ബൃഹദീശ്വര ടെമ്പിളുമാണ് ഈ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇതാണ് തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം, ബൃഹദീശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ. അപ്പോൾ ബൃഹദീശ്വര ക്ഷേത്രവും കാമാക്യ ക്ഷേത്രവുമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത് അല്ലേ. രാജരാജ ചോളൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ച തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രവും ആസാമിലെ കാമാക്യ ക്ഷേത്രവും പുതിയ രീതിയിലുള്ള ക്ഷേത്ര വാസ്തുവിദ്യാ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചെത്തിമിനുക്കിയ പാറകൾ കൊണ്ട് നിർമ്മിച്ച ഉയരമേറിയ ക്ഷേത്രങ്ങളാണിവ. The Brihadishwara temple in Tanjavur, constructed during the reign of Rajaraja Chola, and the Kamakya temple were in new style of temple architecture. In this style, tall temples were constructed using chiseled rocks. Most of these temples were multi-storied. Okay. പിന്നീട് അതിനുശേഷം ക്ഷേത്രഭിത്തികൾ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന സമ്പ്രദായം വ്യാപകമായി. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങൾ ക്ഷേത്ര ചുമരുകളിൽ കൊത്തിവെച്ചു. ഇവയ്ക്ക് പുറമെ യുദ്ധരംഗങ്ങളുടെയും നൃത്ത സംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിച്ചു. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ചില ക്ഷേത്രങ്ങളൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഭിത്തികളിൽ ചിത്രങ്ങൾ കൊത്തിയുണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനുവേണ്ടി രാമായണ, മഹാഭാരതം അങ്ങനെയുള്ള പുരാണങ്ങളിലെ കഥാസന്ദർഭങ്ങൾ, അതുപോലെ തന്നെ യുദ്ധരംഗങ്ങൾ, നൃത്ത സംഗീത രംഗങ്ങളൊക്കെ ക്ഷേത്രഭിത്തികളിൽ കൊടുത്തു. ഓക്കെ, ലേറ്റർ ദ സ്റ്റൈൽ ഓഫ് അഡോണിംഗ് ടെമ്പിൾ വാൾസ് വിത്ത് സ്കൾപ്ചേഴ്സ് ബിക്കെയിം പ്രിവാലന്റ്. Excerpts from Ramayana, the Mahabharata, and the Bhagavata were carved on the stone walls of the temples. In addition, the sculptures depicting scenes of war and art forms like dance and musical concerts also found a place on temple walls. അപ്പോൾ എന്തൊക്കെയാണ് ടെമ്പിൾ വാൾസിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്? രാമായണത്തിലെ മഹാഭാരതത്തിലെയൊക്കെ ചില രംഗങ്ങൾ, അതുപോലെ തന്നെ മ്യൂസിക്, ആർട്സ് അല്ലേ, ആർട്ട് ഫോംസ്, ഡാൻസ്, മ്യൂസിക്, അതിൻ്റെയൊക്കെ സീൻസൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഖജുരാഹോ ക്ഷേത്രം ഇതിന് ഉദാഹരണമാണ്. ക്ഷേത്രഭിത്തികളിൽ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുന്ന രീതിക്ക് ഉദാഹരണമാണ് മധ്യപ്രദേശിലെ ഖജുരാഹോ ക്ഷേത്രം. രാമായണം, മഹാഭാരതം, ഭാഗവതം എന്നിവയിലെ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യങ്ങൾ ക്ഷേത്ര ചുവരുകളിൽ കൊത്തിവെച്ചു. കൂടാതെ യുദ്ധരംഗങ്ങളും നൃത്ത സംഗീത രംഗങ്ങളുടെയും ശില്പങ്ങളും ക്ഷേത്രഭിത്തികളിൽ സ്ഥാനം പിടിച്ചു. ഓക്കെ, ഇതാണ് കേട്ടോ ഖജുരാഹോ ക്ഷേത്രം എന്ന് പറയുന്നത്. അതിൻ്റെ ചിത്രം ഇതാണ്. കണ്ടോ നിങ്ങൾ, ഓരോ സീനുകൾ കണ്ടോ, സംഗീതരംഗം, യുദ്ധരംഗം, നൃത്തരംഗം. ഓക്കെ, ദ ഖജുരാഹോ ടെമ്പിൾ ഇൻ മധ്യപ്രദേശ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദ സ്റ്റൈൽ ഓഫ് അഡോണിംഗ് ടെമ്പിൾ വാൾസ് വിത്ത് സ്കൾപ്ചേഴ്സ്. എക്സെപ്റ്റ്സ് ഫ്രം ദ രാമായണ, ദ മഹാഭാരത and Bhagavata were carved on the stone walls of the temple. In addition, the sculptures depicting scenes of war and art forms like dance and musical concerts also found a place on temple walls. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. കുറച്ചുകൂടെ കൊത്തുപണികൾ, ക്ഷേത്രഭിത്തികളിൽ കൊത്തുപണികൾ വന്നു. അവയിൽ ഓരോ സീനുകളൊക്കെ ചിത്രീകരിക്കാൻ, രംഗങ്ങളൊക്കെ ചിത്രീകരിക്കാൻ തുടങ്ങി. അതൊക്കെയാണ് പറഞ്ഞത്. അതിന് എക്സാമ്പിളാണ് ഖജുരാഹോ ടെമ്പിൾ മധ്യപ്രദേശിൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇനി ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ചെയ്യാത്തവർ ഇത് കംപ്ലീറ്റ് ചെയ്യുക. കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്, നിർമ്മിതികൾ, അവയുടെ പേരും സംസ്ഥാനവും നമ്മൾ എഴുതണം. ആദ്യത്തെ തന്നിട്ടുണ്ട്, നിങ്ങൾക്കത് വായിക്കാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. സൂര്യക്ഷേത്രമാണ്, അത് ഒറീസയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തത് മഹാബലിപുരത്തെ പഞ്ചരഥങ്ങളുടെ ചിത്രമാണ്, തമിഴ്നാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കാമാക്യ ക്ഷേത്രം, ആസാം. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം, തമിഴ്നാട്. എല്ലോറയിലെ ഗുഹാക്ഷേത്രം, മഹാരാഷ്ട്ര. ഖജുരാഹോ ക്ഷേത്രം, മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ സൺ ടെമ്പിൾ ഒഡീഷയിലാണ്. സെക്കൻഡ് വൺ പഞ്ചരഥാസ് ഇൻ മഹാബലിപുരം, ഏത് സ്റ്റേറ്റിലാണ്? തമിഴ്നാട്. കാമാക്യ ടെമ്പിൾ വിച്ച് ഈസ് ഇൻ ആസാം അല്ലേ. ബൃഹദേശ്വര ടെമ്പിൾ ഇൻ തഞ്ചാവൂർ, അത് തമിഴ്നാട്ടിലാണ്. കേവ് ടെമ്പിൾസ് അറ്റ് എല്ലോറ, മഹാരാഷ്ട്രയിലാണ്. ഖജുരാഹോ ടെമ്പിൾ, മധ്യപ്രദേശ്. ഓക്കെ, അപ്പോൾ ഈ പ്രവർത്തനമൊക്കെ പൂർത്തിയാക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റുകൾ ഓരോന്നിനെക്കുറിച്ചും എഴുതിയെടുക്കുക. ഓക്കെ, ഒരുപാട് വിശദമായിട്ട് നിങ്ങൾ നോട്ട് എഴുതണ്ട. നിങ്ങൾക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോയിന്റ്സ് ആയിട്ട് എഴുതിയെടുത്തിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.